ഈ ഗതിയല്ല, ഭയങ്കരമായിട്ടുള്ള ഗതിയിലായിപ്പോയി നമ്മള്. വേദന ഉണ്ടോ ശരിക്കും? വേദന ഉണ്ടോന്ന്, കാല് ഊരിപ്പോകുന്ന വേദന, കാലിന് അസാമാന്യ വേദന, ഒരു രക്ഷയില്ല. 3-4 ദിവസമായി ഉറങ്ങിയിട്ട്. ഇന്നിപ്പോ ആ കാലിന് ആ മെഷീൻ ഘടിപ്പിച്ചിട്ട് ഈ വേദന സഹിക്കാൻ കഴിയാതെ ഈ രോഗി പറയാണ് എന്റെ കാലൊന്ന് മുറിച്ചു മാറ്റുമെന്ന്. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇത് പ്രതികരിക്കേണ്ടതുണ്ട്. ഇതുപോലെ എത്ര പാവപ്പെട്ടവർക്ക് സംഭവിച്ചിട്ടുണ്ടാവും. നിങ്ങൾ പ്ലാസ്റ്റിക് സർജറി ചെയ്തില്ല, ഈ വീണ്ടും ബില്ല് 75,000 രൂപ കെട്ടണം. ഇനി അടുത്ത സർജറിക്ക് 75,000 രൂപ. അതായത് 65,000 രൂപ നിങ്ങളോട് പറഞ്ഞത്, ആ 65,000 പോയി 89,000 നിങ്ങൾ അടച്ചു, വീണ്ടും 75,000 വേണം എന്ന് പറഞ്ഞു. നിങ്ങൾ ഈ ഹോസ്പിറ്റലിനെ പ്രതീക്ഷിച്ച് അല്ലെങ്കിൽ ഈ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് കിട്ടും എന്നുള്ള ലെവലിലേക്ക് 65,000 രൂപ പാക്കേജിൽ ഗോവയിൽ നിന്ന് വന്ന ആളാണ്. തീർച്ചയായിട്ടും ആദ്യം ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഹോസ്പിറ്റാലിറ്റി എന്നുള്ള വാക്കിന്റെ അർത്ഥം സ്റ്റാർ കെയർ പോലത്തെ അറവുശാലയ്ക്ക് നമ്മൾ ജനങ്ങൾ വേണം ഇതിന് മറുപടി കൊടുക്കാൻ. ഇതിന് ഞങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യാല്ല, നിങ്ങൾ ഉണ്ടെങ്കിൽ അടുത്ത പണവുമായിട്ട് വരൂ, നമുക്ക് നോക്കാം, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ കൊണ്ടാവുന്നവരെ നോക്കൂ എന്നാണ് ഇവരുടെയൊക്കെ മറുപടി. അപ്പൊ ഇതുപോലത്തെ അറവുശാലകൾ ജനങ്ങൾ ഇതുപോലത്തെ ഇതിൽ വന്ന് പെടാൻ പാടില്ല. ഈ ഒരു അനീതി, ഈ ഒരു പാവം മനുഷ്യനോട് 2 പെങ്ങന്മാരും അമ്മയും അടങ്ങണ ഒരു കുടുംബത്തിന്റെ അത്താണിയാണ് ഈ ഒരു മനുഷ്യന്. ബില്ലെല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ പ്ലാസ്റ്റിക് സർജറി 12,000 രൂപ, എൻ്റെ 1.5 ദിവസം ഫാർമസി 28,000 ചില്ലാൻ രൂപ. അത് കഴിഞ്ഞാണ് പറയുന്നത്, ഇവർ പറയുന്നത് രണ്ടാമത്തെ പ്ലാസ്റ്റിക് സർജറി ചെയ്യണമെങ്കിൽ 75,000 രൂപ വേണം. ഇപ്പോൾ സാധാരണക്കാരായ ആളുകളോട് അതും ഇതും പറഞ്ഞ് മനസ്സിലാകാത്ത ഭാഷയിൽ പറഞ്ഞ് അവരെ പറഞ്ഞ് പറ്റിച്ച് അവരോട് മാക്സിമം എത്രത്തോളം ബില്ല് വാങ്ങാൻ പറ്റുമോ അവരോട് വാങ്ങുകയും. എൻ്റെ ഏത് കാലം എന്നാണ് തൊലിയെടുത്ത് വെച്ചേക്കുന്നത് ഒന്ന് നോക്കാൻ പറഞ്ഞു. അപ്പോൾ അവൻ തുണി കംപ്ലീറ്റ് മാറ്റി നോക്കി കഴിഞ്ഞപ്പോൾ എങ്ങൊന്നും തൊലിയെടുത്തിട്ടില്ല. അപ്പൊ എങ്ങൊന്നും എടുത്തിട്ട് പ്ലാസ്റ്റിക് സർജറി എന്ന് പറഞ്ഞിട്ട് അവർ ഒന്നും ചെയ്തിട്ടില്ല. ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ എനിക്ക് ഇതുപോലെ അപ്പൊ എന്റെ ഏത് കാലാണ് തൊലി എടുത്ത് വെച്ചേക്കുന്നത് അറിയാനൊരു ആകാംക്ഷ കൊണ്ടാണ് ഞാനത് ചോദിച്ചത് അനിയനോട്. അപ്പൊ അവൻ എന്റെ കാല് കംപ്ലീറ്റ് സെർച്ച് ചെയ്ത് നോക്കിയിട്ടും എങ്ങൊന്നും തൊലി എടുത്തിട്ടില്ല. ഇത് ഒറ്റ പാക്കേജാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. 65,000 രൂപ നിങ്ങളോട് പാക്കേജ് പറഞ്ഞിട്ടുള്ളൂ. നല്ല ചികിത്സ കിട്ടണം എന്നുള്ള ഒറ്റ ഇതിനാണ് ഈ സ്റ്റാർ കെയർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നത്. പണം മുടക്കിയിട്ട് ചികിത്സിക്കുക എന്നുള്ളത് പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇങ്ങനെയാണ് ഇവിടുത്തെ ഈ ഹോസ്പിറ്റലിലെ അവസ്ഥ. പൊതുജനങ്ങളോട് മറ്റൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് ഒരു ബില്ല് വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബില്ല് വന്നു കഴിഞ്ഞാൽ സൂക്ഷ്മമായി പരിശോധിക്കണം. ഇയാൾ ആകെ അവിടെ കിടന്നത് കുറച്ചു നേരം കിടന്നപ്പോൾ തന്നെ ഇയാൾക്ക് 29,000 റുപ്യന്റെ മരുന്നിന്റെ ബില്ലാണ്. അത് ഭയങ്കരമായ ഒരു പരിക്കൊന്നുമല്ല, ഒരു നിസാരമായ, ഈ ഹോസ്പിറ്റലുകാർ തന്നെ പറഞ്ഞതാണ് നിസാരമായ പരിക്ക്. ഇപ്പൊ എന്തായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളെ കാലിന്റെ സ്വാധീനം പോയി. ഒരു കുടുംബത്തിന്റെ അത്താണിയായ മനുഷ്യന്റെ കാലിന്റെ സ്വാധീനം തന്നെ ഇവിടുന്ന് നഷ്ടപ്പെടുകയാണ്. ഈ പാവത്തിന്റെ കയ്യിൽ പണം ഇല്ലാത്തത് കൊണ്ട് നമ്മളാണ് ഇതിന്റെ പണം മുടക്കിയത്. ഇപ്പം 90,000 റുപ്യന്റെ അടുത്ത് നമ്മൾ ഈ പണം കൊടുത്തു കഴിഞ്ഞ്, എന്നിട്ടും ഇയാൾക്ക് ഇനിയും ലക്ഷങ്ങളാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ മുമ്പ് എൻ്റെ ഒരു തൊഴിലാളി എനിക്ക് നഷ്ടപ്പെട്ടിട്ട് ഞാൻ ഈ പോരാട്ടം നടത്തിയത് ഈ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അറിയേണ്ടതാണ്. ഇനി എൻ്റെ അടുത്ത ഒരു തൊഴിലാളിക്ക് ഒരു അപകടം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിനെ തീർച്ചയായിട്ടും അതിന് ഏതറ്റം വരെ പോകാൻ പറ്റുമോ ആ അറ്റം വരെ പോയിട്ട് ഇതിനെതിരെ പടപൊരുതും. എന്താണ് ശരിക്കും സംഭവിച്ചത്? ഇതിൽ സംഭവിച്ചത് ഗോവയിൽ വെച്ചാണ് ഞാൻ ആക്സിഡന്റ് ആകുന്നത്. അതായത് മനാഫിക്കയുടെ അനിയൻ മുബിന്റെ സൈറ്റ് വെച്ചാണ് എനിക്ക് ആക്സിഡന്റ് ആകുന്നത്. ശരി. ചെയിൻസോ ആണ് എന്റെ കാലിട്ട് കൊണ്ടത്. ശരി. അതിനുശേഷം ഞങ്ങൾ അവിടെ ഗോവയിൽ ഒരു മെഡിക്കൽ കോളേജ്, ഗോവയിലെ മെയിൻ ഒരു മെഡിക്കൽ കോളേജിൽ നമ്മൾ അഡ്മിറ്റല്ല, ആ ഹോസ്പിറ്റലിൽ ചെന്നതിന് ശേഷം നമുക്ക് നമ്മുടെ മുറിവും കാര്യങ്ങളെല്ലാം നോക്കിയ ശേഷം ആ ഡോക്ടർ തന്നെ പറഞ്ഞ് ഇത് നിങ്ങൾ ഇവിടെ ചികിത്സിക്കേണ്ട, ഇത് കേരളത്തിൽ തന്നെ ചികിത്സിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇത്ര ഇതില്ല നമുക്ക് ഈ ഹോസ്പിറ്റലിന്, അതുകൊണ്ട് അതായിരിക്കും നല്ലതെന്ന് പറഞ്ഞ് നമ്മൾ നേരെ കേരളത്തിലോട്ട് പോരുവാണ്. ഇവിടെ വന്ന വഴിക്ക് മുബീൻ പറഞ്ഞ് നേരെ നമുക്ക് കോഴിക്കോട് നല്ലൊരു ഹോസ്പിറ്റലുണ്ട്, നമുക്ക് അവിടെ ട്രീറ്റ്മെൻറ്റ് നടത്താമെന്നുള്ള കാഴ്ചപ്പാടിലാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഏകദേശം ഞങ്ങളൊരു 11 മണിയോട് കൂടി ഹോസ്പിറ്റലിൽ കാഷ്വാലിറ്റിയിലായി. കാഷ്വാലിറ്റി ആയതിനു ശേഷം നമ്മുടെ അവിടെ നിന്ന് കെട്ടിപ്പൊതിഞ്ഞിട്ട കാലെല്ലാം ഇവിടെ വന്ന് ഇവർ അഴിച്ചു നോക്കി. അതായത് ബോണിൻ്റെ ഡോക്ടർ വന്ന് കെട്ടഴിച്ച് കാര്യങ്ങളെല്ലാം നോക്കിയതിന് ശേഷം വെയിൻ കട്ടായിട്ടുണ്ട്. വെയിൻ കട്ടായതിനു ശേഷം പറഞ്ഞ് പ്ലാസ്റ്റിക് സർജറി ചെയ്യണം. അപ്പോൾ ആ സർജൻ്റെ ഡോക്ടറും കൂടി വന്നെങ്കിലേ ഇത് നോക്കിയിട്ട് പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പുള്ളിക്കാരും വന്ന് കാര്യങ്ങളെല്ലാം നോക്കി വീണ്ടും കാല് ഡ്രസ്സ് ചെയ്ത് എക്സ്റേ എടുത്ത് കഴിഞ്ഞപ്പോൾ ബോണിന് വിഷയമില്ല, ലിഗമെൻറ്റിൻ്റെ വിഷയമില്ല, പിന്നുള്ളത് ആപ്പാടെ ശകലം തൊലി പോയിട്ടുണ്ട്, പിന്നെ വെയിൻ കട്ടായിട്ടുണ്ട്. ഇത് മാത്രമേ നമുക്ക് ഉള്ളൂ. ഇത് കഴിഞ്ഞ് തന്നെ നേരെ കാഷ്വാലിറ്റി തന്നെ കിടത്തിയേക്കോ. ഇത് കഴിഞ്ഞ് റെജിന മേഡം എന്നോട് വന്ന് ചോദിച്ച് നിങ്ങളുടെ കയ്യിൽ ലിക്വിഡ് പൈസയാണോ അതോ സ്പോൺസറാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ സ്പോൺസറാണ്. അപ്പം അയാളെ എനിക്കൊന്ന് ബന്ധപ്പെടാൻ പറ്റുമോ, ഒന്ന് വിളിച്ചു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പം ഈ മുബീൻ എന്ന് പറയുന്ന മനാഫിക്കയുടെ അനിയൻ മുബീൻ അപ്പം തന്നെ ഞാൻ ഫോൺ വിളിച്ച് മുബീനെ കോൺടാക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം മുബീനുമായിട്ട് സംസാരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മേജർ ഓപ്പറേഷൻ ഇല്ല, ചെറിയൊരു ഓപ്പറേഷൻ. ഇത് ഇന്ന് അഡ്മിറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ ഓപ്പറേഷൻ, മറ്റന്നാൾ ഡിസ്ചാർജ് ആകും. ഇങ്ങനെ പറഞ്ഞാണ് നമ്മളെ ഇവിടെ അഡ്മിറ്റ് ആക്കുന്നത്. അതും 65,000 രൂപ കോസ്റ്റാണ് നമ്മുടെ ഈ ഓപ്പറേഷത്തിന് പറഞ്ഞേക്കുന്നത്.
പിന്നുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മേലാകുമോ എന്താകുമോ എന്നുള്ള കേസിട്ട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ 65,000 രൂപയാണ് അതിനപ്പുറം. കാരണം ഇത് ചെറിയൊരു ഓപ്പറേഷൻ മാത്രമല്ല, കാരണം വലിയ സീരിയസ് ആയിട്ടുള്ള കേസിട്ടൊന്നും കാണുന്നില്ല, അതുകൊണ്ട് ഇത്രയും പൈസ ഉള്ളു. അപ്പോൾ അങ്ങനെ അഡ്മിറ്റായി എന്നെ റൂമിലോട്ട് മാറ്റിയതിന് ശേഷം അഡ്മിറ്റ് ആണെന്ന് ഉൾപ്പാട് തന്നെ ക്യാഷ്വാലിറ്റി ബില്ലെന്നും പറയും ഒരു 8,017 രൂപ ഒരു 2 മണിക്കൂറിനിപ്പുറം തന്നെ ഹോസ്പിറ്റൽ അവിടെ തന്നെ വെച്ച് മേടിച്ചു നമ്മളോട്. ഇതിന് ശേഷം നമ്മളെ റൂമിലോട്ട് മാറ്റി ഒരു രാത്രി ഒരു 10-11 മണിയോട് കൂടി നമ്മളെ നാളെ ഓപ്പറേഷൻ ആണല്ലോ, നാളെ 7:30 ആകുമ്പോൾ തിയേറ്ററിൽ കയറണം. അപ്പോൾ അതിന് വേണ്ടി ഓപ്പറേഷൻ ചെയ്യാൻ എന്നെ ഷേവ് ചെയ്യാൻ വേണ്ടി ഫുൾ അണ്ടർ ഷേവ് ചെയ്ത്, കാരണം തൊലി മാറ്റി വെക്കണമല്ലോ, പ്ലാസ്റ്റിക് സർജറിയും കൂടി ഈ കൂടെ ഉള്ളതാണ്. ഇത് ഒറ്റ പാക്കേജാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. 65,000 രൂപ നിങ്ങളോട് പാക്കേജ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. അപ്പം ഇതിന് ശേഷം 7:30 ആയി കഴിഞ്ഞപ്പം നമ്മളെല്ലാം റെഡിയായി കഴിഞ്ഞ് നേരെ തിയേറ്ററിൽ കയറുവാണ്. തിയേറ്ററിൽ കയറി ഏകദേശം ഒരു 7:45 കൂടി നമ്മുടെ സർജറി ആരംഭിക്കുകയാണ്. സർജറി ആരംഭിച്ചതിന് ശേഷം ഒരു 9:45 അത്ര സമയമായി കഴിഞ്ഞപ്പോൾ നമ്മുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അത് കഴിഞ്ഞ് എന്നെ ഒബ്സർവേഷനിലോട്ട് മാറ്റിയാണ്. കാരണം അനസ്തേഷ്യയുടെ ഫുൾ കാലിൻ്റെ തരിപ്പുകളെല്ലാം മാറിയതിന് ശേഷമാണ് ഒബ്സർവേഷനിൽ ഇറക്കുള്ളൂ. അവിടെ നിന്ന് ഇറക്കി എന്നെ നേരെ വാർഡിലല്ല എന്നെ റൂമിലോട്ട് മാറ്റി ഞങ്ങൾ അപ്പം വെള്ളം കുടിക്കുക. അപ്പോൾ തൊണ്ട വരേണ്ട ഒരു വിഷയമില്ല. അപ്പോൾ വെള്ളം എടുത്ത് കുടിച്ച് ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ അനുജനോട് ചോദിച്ച്, എടാ എൻ്റെ ഏത് കാലം എന്നാണ് തൊലിയെടുത്ത് വെച്ചേക്കുന്നത് ഒന്ന് നോക്കാൻ പറഞ്ഞു. അപ്പോൾ അവൻ തുണി കംപ്ലീറ്റ് മാറ്റി നോക്കി കഴിഞ്ഞപ്പോൾ എങ്ങൊന്നും തൊലി എടുത്തിട്ടില്ല. അപ്പോൾ എങ്ങൊന്നും എടുത്തിട്ട് പ്ലാസ്റ്റിക് സർജറി എന്ന് പറഞ്ഞിട്ട് അവർ ഒന്നും ചെയ്തിട്ടില്ല. ഒന്നും ചെയ്തിട്ടില്ല. അപ്പം എനിക്ക് ഇതുപോലെ അപ്പം എൻ്റെ ഏത് കാലാണ് തൊലി എടുത്ത് വെച്ചേക്കുന്നത് അറിയാനൊരു ആകാംക്ഷ കൊണ്ടാണ് ഞാനത് ചോദിച്ചത് അനിയനോട്. അപ്പോൾ അവൻ എൻ്റെ കാല് കംപ്ലീറ്റ് സെർച്ച് ചെയ്ത് നോക്കിയിട്ടും എങ്ങൊന്നും തൊലി എടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ ഇത് എന്ത് ഓപ്പറേഷനാണ് നമുക്ക് നടത്തിയേക്കുന്നത്, എന്ത് സർജറിയാണ് നടത്തിയേക്കുന്നത്? അപ്പോൾ ഭയങ്കര ഇതുപോലെ നമുക്കൊരു ടെൻഷൻ പോലെ തന്നെ. അപ്പോൾ തന്നെ ഞാൻ മനാഫിക്കയുടെ അനിയനെ മുബീനെ വിളിച്ച് ഞാൻ കാര്യം പറഞ്ഞു, ഇന്ന പോലെ സംഭവമാണ്, സർജറി എന്തോ നടന്നിട്ടുണ്ട്, പക്ഷേ ഇന്ന പ്ലാസ്റ്റിക് സർജറി എനിക്ക് ചെയ്തിട്ടില്ല കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു. ഒരു ഉച്ച കഴിഞ്ഞപ്പോൾ ഒരു 77,000 ചില്ലാൻ രൂപയുടെ ഒരു ബില്ല് കൊണ്ടെത്തന്നിട്ട് പറഞ്ഞാൽ അത് പെട്ടെന്ന് നടക്കണമെന്ന് പറഞ്ഞു. നിങ്ങളോട് പറഞ്ഞത് 65,000 രൂപ 65,000 പാക്കേജിലെല്ലാം ഉൾപ്പെട്ടു എന്ന് പറഞ്ഞാണ്. ആണ്. അങ്ങനെ പറഞ്ഞാൽ അല്ലെങ്കിൽ നേരെ മറിച്ച് അങ്ങനെ അല്ലെങ്കിൽ നമ്മളിവിടെ അഡ്മിറ്റ് ആകത്തില്ല ഒരിക്കലും. കാരണം നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യങ്ങളല്ല. കാരണം നമുക്ക് 89,000 രൂപ പറഞ്ഞു, അതോടെ തീർന്നോ? തീർന്നിട്ടില്ല, അതോടെ ഒട്ടും തീർന്നിട്ടില്ല. ഇത് പ്ലാസ്റ്റിക് സർജറിയുടെ ഫസ്റ്റ് സ്റ്റേജ് മാത്രമായിട്ടുള്ളതെന്നാണ് പറഞ്ഞത്. ഇനി സെക്കൻഡ് സ്റ്റേജ് ഉണ്ട്, തേർഡ് സ്റ്റേജ് ഉണ്ട്. അതൊന്നും നിങ്ങളോട് മുൻപ് പറഞ്ഞിട്ടില്ല. ഇതൊരൊറ്റ കേസ് കിട്ട്. ഈ ഒരൊറ്റ 65,000 രൂപയ്ക്ക് ഓപ്പറേഷൻ ചെയ്ത് പിറ്റേ ദിവസം നിങ്ങളെ ഡിസ്ചാർജ് ചെയ്യും. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും വരിക, ഈ മുറിവുകൾ അഴിച്ചു നോക്കുക. ഇത് മാത്രമാണ് ഇവർ നമ്മളോട് പറഞ്ഞേക്കുന്നത് കാര്യങ്ങൾ. ഇപ്പോൾ വിളിച്ചു കഴിഞ്ഞപ്പോഴാണ് അത് കഴിഞ്ഞാണ് ഇവർ പറയുന്നത് രണ്ടാമത്തെ പ്ലാസ്റ്റിക് സർജറി ചെയ്യണമെങ്കിൽ 75,000 രൂപ വേണം. ഇപ്പൊ എന്താണ് നിങ്ങളുടെ അവസ്ഥ? ഇപ്പൊ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇതാണ് നമ്മുടെ കാലിന്റെ എന്താണ് അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലിന് അസാമാന്യ വേദന, ഒരു രക്ഷയില്ല. 3-4 ദിവസമായി ഉറങ്ങിയിട്ട്. കാരണം എന്താ ചെയ്യുന്നത്, എത്രയും പെട്ടെന്ന് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് ഈടാക്കിയ പൈസ അല്ലെങ്കിൽ പകുതിയെങ്കിലും തരിക, വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ചെല്ലുക, ട്രീറ്റ്മെന്റ് നടത്തുക. ഇതാണ് നമ്മുടെ ആവശ്യം. നിങ്ങളുടെ അവസ്ഥ നടക്കാൻ കഴിയുന്ന അവസ്ഥയാണോ? നടക്കാൻ എങ്ങനെ കഴിയും? ഈ കാലം വെച്ചോണ്ട് എങ്ങനെ കഴിയുന്ന കാര്യമാണ് ഈ പറയുന്നത്. നിങ്ങൾ പ്ലാസ്റ്റിക് സർജറി ചെയ്തില്ല, ഈ വീണ്ടും ബില്ല് 75,000 രൂപ കെട്ടണം. ഇനി അടുത്ത സർജറിക്ക് 75,000 രൂപ കെട്ടണം. അതായത് 65,000 രൂപ നിങ്ങളോട് പറഞ്ഞത്, ആ 65,000 പോയി 89,000 നിങ്ങൾ അടച്ചു, വീണ്ടും 75,000 വേണം എന്ന് പറഞ്ഞു. നിങ്ങൾ ഈ ഹോസ്പിറ്റലിനെ പ്രതീക്ഷിച്ച് അല്ലെങ്കിൽ ഈ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് കിട്ടും എന്നുള്ള ലെവലിലേക്ക് 65,000 രൂപ പാക്കേജിൽ ഗോവയിൽ നിന്ന് വന്ന ആളാണ്. തീർച്ചയായിട്ടും ഈ ഹോസ്പിറ്റലിന്റെ പേരും കൊണ്ട് എല്ലാം കൊണ്ടും വിശ്വസിച്ച് വന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ ഈ ഗതിയിലായിപ്പോയി. തീർച്ചയായിട്ടും ഈ ഗതിയല്ല, ഭയങ്കരമായിട്ടുള്ള ഗതിയിലായിപ്പോയി നമ്മൾ. വേദനയുണ്ടോ? ശരിക്കും വേദന ഉണ്ടോന്ന്, കാല് ഊരിപ്പോകുന്ന വേദന. പിന്നെ ഇത് കഴിഞ്ഞ് നമ്മൾ ബില്ലെല്ലാം, ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് സ്റ്റാർ എന്ന് പറയുന്ന ഒരു ലോഡ്ജിലാണ് താമസിക്കുന്നത്. 2,800 രൂപയാണ് ഇവിടുത്തെ ഒരു ദിവസത്തെ റൂമിന്റെ റെന്റ്. അത് നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റാത്ത കാരണം നമ്മൾ പുറത്ത് ലോഡ്ജ് എടുത്താണ് താമസിക്കുന്നത്. ഇതിന് ശേഷം ഞങ്ങൾ ബില്ലെല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ പ്ലാസ്റ്റിക് സർജറി 12,000 രൂപ, എൻ്റെ 1.5 ദിവസം ഫാർമസി 28,000 ചില്ലാൻ രൂപ. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ലാസ്റ്റ് എഴുതി വെച്ചാണ്. അങ്ങനെയാണ് മൊത്തത്തിൽ 88,000. പിന്നെ ഒരു വാക്യൂം മെഷീൻ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഒരു ദിവസം 1,000 രൂപയാണ് ഇതിൻ്റെ റെൻറ്റ്. ഇത് പോരാഞ്ഞിട്ട് നമ്മൾ ഈ ഹോസ്പിറ്റലിൽ റെജീന മേഡത്തിനെ വിളിച്ച് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ബില്ലിൻ്റെ ഇഷ്യൂസ് ആണോ എന്ന് ചോദിച്ച് ബില്ലിംഗ് മാൻ്റെ കൈ കൊണ്ട് ഫോൺ കൊടുത്ത് ബില്ലിംഗ് മാനോട് കാര്യങ്ങളെല്ലാം ചോദിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾ പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ടില്ല, പിന്നെ എന്തിനാ ഈ പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ഈ പ്ലാസ്റ്റിക് സർജറിയുടെ ബില്ല് ഇതിൽ എഴുതി വെച്ചാൽ പ്ലാസ്റ്റിക് സർജറി 12,000 രൂപ എഴുതി വെച്ചേക്കുന്നത് എന്താണെന്ന് ചോദിച്ചു. പിന്നെ എനിക്ക് ഈ 1.5 ദിവസം ഞാനിവിടെ അഡ്മിറ്റായി കിടന്നതിന് ശേഷം എന്ത് ഫാർമസിയിലെ ഇതിലാണ് എനിക്ക് 28,000 രൂപ എഴുതി. അപ്പോൾ ബില്ലിംഗ് മാൻ എന്നോട് ചോദിച്ചു, അതെൻ്റെ ഫോണിൽ റെക്കോർഡാണ്, എന്നോട് ചോദിച്ചത് അപ്പോൾ ഡോക്ടർക്ക് പൈസ കൊടുക്കേണ്ടി വരും. ഞാൻ ചോദിച്ചു, ഞാനാണോ ഡോക്ടർക്ക് പൈസ കൊടുക്കേണ്ടത്, അതാ ഇവിടുത്തെ മാനേജ്മെൻറ്റോ, ഈ ഹോസ്പിറ്റലിന് മാനേജ്മെൻറ്റാണോ ഡോക്ടർക്ക് ശമ്പളം കൊടുക്കേണ്ടത്, രോഗിയായ ഞാനാണോ കൊടുക്കേണ്ടത്? ചോദ്യം തന്നെയാണ്.
ആ ഒരു ഇതോടുകൂടി റെജിന മാഡം പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മാറി പുള്ളിക്കാരനുമായിട്ടുള്ള ഞാൻ ചോദിച്ചു നിങ്ങൾ ബില്ലിംഗ് മാൻ അല്ലേ അപ്പോൾ നിങ്ങൾ ആ കേസിട്ട് എനിക്ക് സംസാരിക്കണം നിങ്ങളോടല്ല. ആ ഒരു കേസിട്ട് പറഞ്ഞപ്പോൾ അതോടുകൂടി കോളും കട്ടായി. ഇത്തരം കാര്യങ്ങൾ എൻ്റെ ഫോണിൽ റെക്കോർഡിംഗ് ആണ്. നമസ്കാരം. നമ്മളൊക്കെ ആശുപത്രിയിൽ പോകാറുണ്ട്. പല പാക്കേജുകൾ ആശുപത്രിക്കാർ നമ്മളോട് പറയാറുണ്ട്. പക്ഷെ ആ പാക്കേജൊക്കെ ചില സമയത്ത് മാറി നിൽക്കുന്ന സമയത്ത് വലിയ രീതിയിലേക്ക് ബില്ലിടുന്ന സമയം അത് പല ആളുകൾക്കും ഉണ്ടായിട്ടുണ്ടാവും എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഇപ്പം ഞാൻ നിൽക്കുന്നത് കോഴിക്കോട് സ്റ്റാർ കെയർ ഹോസ്പിറ്റലിന് മുന്നിലാണ്. അപ്പോൾ ഒരു രോഗിയുമായി മനാഫ്കന്റെ ഒരു സ്റ്റാഫിന്റെ ഒരു പ്രശ്നവുമായി വന്നാണ് ആദ്യം ഈ സ്റ്റാർ കെയർ ആശുപത്രിയിൽ ഞങ്ങൾ വന്ന് സംസാരിച്ച സമയത്ത് അവർ വന്ന് ഒരു രീതിയിലേക്കും അവർ കേൾക്കാത്ത രീതിയിലേക്കാണ് അവർ പോയത്. നിയാസെ, ഇത്തരം രീതിയിലേക്ക് ഒരു സംഭവം വരുമ്പോൾ എന്താണ് ശരിക്കും കോഴിക്കോടാണ് നമ്മൾ നിൽക്കുന്നത് അല്ലേ? പല പാവപ്പെട്ട ആളുകളൊക്കെ ശരിക്കും നീതി കിട്ടാൻ വേണ്ടിയിട്ടാണ് ആശുപത്രിയിൽ വരുന്നത്, സുഖമില്ലാതെയാണ് ആശുപത്രിയിൽ വരുന്നത് അല്ലേ? ഇത് ഇത്തരം രീതിയിലേക്കൊക്കെ വരുമ്പോൾ എന്താണ് സംസാരിക്കാറുള്ളത്? അല്ല, ആദ്യം ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഹോസ്പിറ്റാലിറ്റി എന്നുള്ള വാക്കിന്റെ അർത്ഥം സ്റ്റാർ കെയർ പോലത്തെ അറവുശാലയ്ക്ക് നമ്മൾ ജനങ്ങൾ വേണം ഇതിന് മറുപടി കൊടുക്കാൻ. കാരണം ഇദ്ദേഹത്തിന് ആരും ചോദിക്കാനില്ല, അല്ലെങ്കിൽ ഇവിടെ ഇത്രത്തോളം സംഭവിക്കുള്ളൂ, ഞങ്ങൾക്കെതിരെ ആര് നീങ്ങിയാലും ഇത്രത്തോളം ഉള്ളൂ എന്നാണ് അവരിൽ നിന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയ രീതി. കാരണം ഇത് സംഭവിച്ചിട്ട് 3 പ്രാവശ്യം അവരോട് ഇരുന്ന് നമ്മൾ എന്താണ് ഇതിന് എന്ത് പറ്റിയാലും എന്താണ് നമുക്ക് അടുത്തതിന് ചെയ്യാൻ പറ്റുക എന്ന് സംസാരിച്ചപ്പോൾ അവർ തന്ന മറുപടി, ഇതിന് ഞങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യാനില്ല, നിങ്ങൾ ഉണ്ടെങ്കിൽ അടുത്ത പണവുമായിട്ട് വരൂ, നമുക്ക് നോക്കാം, അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ടാവുന്നവർ നോക്കൂ എന്നാണ് ഇവരുടെയൊക്കെ മറുപടി. അപ്പോൾ ഇതുപോലത്തെ അറവുശാലകൾ ജനങ്ങൾ ഇതുപോലത്തെ ഇതിൽ വന്ന് പെടാൻ പാടില്ല. നമ്മൾ പ്രത്യേകിച്ച് നമ്മളെ കോഴിക്കോടുള്ള ആളുകൾ, ജനങ്ങൾക്ക് ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഓരോരുത്തരും പ്രയാസങ്ങൾക്ക് വന്ന് കയറുന്ന സ്ഥലമാണ്. മറ്റുള്ള നമ്മൾ യാത്ര ചെയ്യുന്ന പോലെ ടൂറുകൾക്ക് പോകുന്ന പോലത്തെ ഒരു സംവിധാനമല്ല. അപ്പൊ അങ്ങനെയുള്ള ഒരാൾ പ്രയാസത്തിൽ വരുമ്പോൾ അവർക്ക് കിട്ടേണ്ട നീതി കിട്ടാത്ത രീതിയിലേക്ക് പോകുന്ന സംഭവങ്ങൾക്ക് ഇതിന് തീർച്ചയായിട്ടും ഗവൺമെന്റും ആരോഗ്യവകുപ്പും കണ്ണു തുറന്ന് പ്രവർത്തിക്കണമെന്നാണ് ഇവിടെ ഈ സമയത്ത് നമുക്ക് അവതരിപ്പിക്കാനുള്ളത്. മനാഫ്ക, നമ്മൾ ശരിക്കും ഇവരോട് ഞാനും നമ്മൾ 3 പേരോട് സംസാരിക്കുന്ന സമയത്ത് ഇവർ പറഞ്ഞത് എന്താണ്, ഞങ്ങൾക്ക് യാതൊരു ട്രീറ്റ്മെന്റ് മിസ്റ്റേക്കും സംഭവിച്ചിട്ടില്ല, പക്ഷേ ഞങ്ങൾ ഒന്നിനും തയ്യാറല്ല എന്നുള്ള രീതിയിലേക്കാണ്. ഇത്തരം രീതിയിലേക്ക്, അതായത് അവിടെ ആശുപത്രിയിൽ കൈകാര്യം ചെയ്യുന്ന ആളുകൾ ഇത്തരം രീതിയിൽ ധിക്കാരപരമായിട്ട് പെരുമാറുമ്പോൾ എത്ര ആളുകൾ പെട്ടിട്ടുണ്ടാവുന്ന എൻ്റെ ഒരു ചോദ്യം. തീർച്ചയായിട്ടും ഇതൊരു എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു അനീതി, ഈ ഒരു പാവം മനുഷ്യനോട് 2 പെങ്ങന്മാരും അമ്മയും അടങ്ങണ ഒരു കുടുംബത്തിന്റെ അത്താണിയാണ് ഈ ഒരു മനുഷ്യന്. ഈ മനുഷ്യന് ഇപ്പം കിട്ടിയ ഒരു അപകടത്തിൽ കിട്ടിയ ഒരു പരിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഭയങ്കരമായ ഒരു പരിക്കൊന്നുമല്ല, ഒരു നിസ്സാരമായ, ഈ ഹോസ്പിറ്റലുകാർ തന്നെ പറഞ്ഞതാണ്, നിസ്സാരമായ പരിക്ക്. ഇപ്പൊ എന്തായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളെ കാലിന്റെ സ്വാധീനം പോയി. ഒരു കുടുംബത്തിന്റെ അത്താണിയായ മനുഷ്യന്റെ കാലിന്റെ സ്വാധീനം തന്നെ ഇവിടുന്ന് നഷ്ടപ്പെടുകയാണ്. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രതികരിക്കേണ്ടതുണ്ട്. ഇതുപോലെ എത്ര പാവപ്പെട്ടവർക്ക് സംഭവിച്ചിട്ടുണ്ടാവും. ഏതാണ് 65,000 രൂപക്ക് ഈ ആളെ നടത്തിച്ചു തരാന്ന് പറഞ്ഞിട്ട്, പ്ലാസ്റ്റിക് സർജറി അടക്കം ചെയ്തു തരാന്ന് പറഞ്ഞിട്ട് ഈ പാവത്തിന്റെ കയ്യിൽ പണം ഇല്ലാത്തത് കൊണ്ട് നമ്മളാണ് ഇതിന്റെ പണം മുടക്കിയത്. ഇപ്പം 90,000 രൂപന്റെ അടുത്ത് നമ്മൾ ഈ പണം കൊടുത്തു കഴിഞ്ഞ്, എന്നിട്ടും ഇയാൾക്ക് ഇനിയും ലക്ഷങ്ങളാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനെതിരെ പ്രതികരിക്കുന്ന സ്റ്റാർ കെയർ ഹോസ്പിറ്റൽ ഈ ഉത്തരവാദിത്വം ഇതിന് ഏറ്റെടുക്കണം. അതുപോലെ തന്നെ ഈ മനുഷ്യൻ ഇനി കാലാകാലം നടക്കാതായില്ലെങ്കിൽ ഇതിന്റെ നിയമ നടപടി ഈ ഹോസ്പിറ്റലിന്, സ്റ്റാർ കെയർ ഹോസ്പിറ്റലിന്റെ അടിവേറിളക്കിയിട്ടേ വിടുകയുള്ളൂ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ മുമ്പ് എൻ്റെ ഒരു തൊഴിലാളിക്ക് നഷ്ടപ്പെട്ടിട്ട് ഞാൻ ഈ പോരാട്ടം നടത്തിയത് ഈ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അറിയേണ്ടതാണ്. ഇനി അടുത്ത ഒരു തൊഴിലാളിക്ക് ഒരു അപകടം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിനെ തീർച്ചയായിട്ടും അതിന് ഏതറ്റം വരെ പോകാൻ പറ്റുമോ ആ അറ്റം വരെ പോയിട്ട് ഇതിനെതിരെ പടപൊരുതും. ഇത്തരത്തിലുള്ള ഈ തമ്മാടിത്തര ഈ സ്റ്റാർ കെയർ ഹോസ്പിറ്റലിൽ 3 or 4 പ്രാവശ്യം ഇവരുടെ സംഘാടകരും ഇവിടെയുള്ള ഈ മാനേജ്മെന്റ് ആയിട്ട് സംസാരിച്ച് നോക്കുമ്പോൾ ഇവർ പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗുണ്ടായിസാണ് പറയുന്നത്. സൂട്ടും കോട്ടും ധരിച്ചിട്ട് കുറെ ഗുണ്ടകളെ കൊണ്ടുവന്നിട്ട് ഈ സ്റ്റാർ കെയർ ഹോസ്പിറ്റലിൽ ഇരുത്തിക്കുകയാണ്. ഇപ്പൊ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ മാന്യമായിട്ട് തീർക്കാൻ വേണ്ടി പല വട്ടം ശ്രമിച്ചിട്ടും ഇവരിത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗുണ്ടായിസം തന്നെയാണ് ഇവരുടെ ധാർഷ്ട്യം. അതുപോലെ തന്നെ ഈ പണത്തിന്റെ സ്വാധീനവും മസിൽ പവറിന്റെ സ്വാധീനം ഉള്ളത് കൊണ്ട് പലരെയും വിലക്കെടുക്കാന്നാണ് ഇവർ വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും അതിന് ഈ ഒരു വിഷയത്തിൽ നടക്കൂല. ആള് മാറിപ്പോയിട്ടുണ്ട് തന്നെയാണ് സ്റ്റാർ കെയർ ഹോസ്പിറ്റലിലെ ആളുകൾക്ക് ഇനി വരും ദിവസങ്ങളിൽ മനസ്സിലാവുക. അതായത് പ്രേക്ഷകരോട് പറയാനുള്ളത്, ഗോവയിൽ നിന്ന് പേഷ്യന്റിനെ ശരിക്കും കോഴിക്കോട് എത്തിക്കുന്നു. 65,000 രൂപയാണ് ഈ ഒരു ഓപ്പറേഷൻ അല്ലെങ്കിൽ ഇതിനു വേണ്ടി പറഞ്ഞത്. ആ 65,000 വിട്ടു 89,000 രൂപ, 90,000 രൂപ ബില്ലടക്കുന്ന അവസ്ഥ. അതിനപ്പുറത്തേക്ക് ഞങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ തൊഴിലാളിനെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം. നല്ലൊരു ചികിത്സ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളുടെ തൊഴിലാളിനെ എന്താക്കിയത്. ഏറ്റവും നല്ല ചികിത്സ കിട്ടണം എന്നുള്ള ഒറ്റതിനാണ് ഈ സ്റ്റാർ കെയർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നത്. പണം മുടക്കിയിട്ട് ചികിത്സിക്കുക എന്നുള്ളത്. പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇങ്ങനെയാണ് ഇവിടുത്തെ ഈ ഹോസ്പിറ്റലിലെ അവസ്ഥ.
അതായത് ഗോവയിൽ നിന്ന് പേഷ്യന്റിന് ശരിക്കും 75,000 രൂപ പാക്കേജിൽ സ്റ്റാർ കെയർ ആശുപത്രിയിൽ എത്തിക്കുന്നു. ആ പാക്കേജിന് അപ്പുറത്തേക്ക് 89,000 രൂപ ബില്ല് വരുന്നു. പിന്നെ വീണ്ടും പണം മുടക്കിയാൽ മാത്രമാണ് അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങൾ ക്ലിയർ ആവുക എന്ന് പറയുന്നു. അദ്ദേഹം വലിയ രീതിയിലേക്ക് മോശമായ രീതിയിലേക്ക് ഇപ്പോഴും ആംബുലൻസിൽ കിടക്കുവാണ്. അതിനപ്പുറത്തേക്ക് നൗഷാദ് ഇത്തരം രീതിയിലേക്ക് ആശുപത്രിയിൽ പോയാൽ, അതായത് പാവപ്പെട്ടവന്റെ അത്താണി എന്ന് പറയുന്ന രീതിയിലേക്ക് അല്ലാത്ത രീതിയിലേക്ക് പെരുമാറുന്ന സമയത്ത് എന്താണ് പറയുക? ഇപ്പം തീർച്ചയായിട്ടും കേരളത്തിലെ ആരോഗ്യ രംഗത്ത് ഗവൺമെൻറ് ആശുപത്രികളായാലും പ്രൈവറ്റ് ആശുപത്രികളായാലും വളരെയധികം അവിടെ എത്തുന്ന ജനങ്ങൾക്ക് വളരെയധികം മരണഭീതിയോടുകൂടി പോകുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. നിലവിൽ നമ്മൾ കേരളത്തിൽ നമ്പർ 1 എന്ന് പറയുമ്പോൾ ചില സാഹചര്യങ്ങൾ നമ്മുടെ സർക്കാരുകളും ഏജൻസികളും വളരെ കൃത്യമായിട്ട് പരിശോധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ സാധാരണക്കാരായ ആളുകളോട് അതും ഇതും പറഞ്ഞ് മനസ്സിലാകാത്ത ഭാഷയിൽ പറഞ്ഞ് അവരെ പറഞ്ഞ് പറ്റിച്ച് അവരോട് മാക്സിമം എത്രത്തോളം ബില്ല് വാങ്ങാൻ പറ്റുമോ അവരോട് വാങ്ങുകയും, അതില്ലെങ്കിൽ ഇപ്പോൾ അറിയാം പൊതുപ്രവർത്തകർ നമ്മളൊക്കെ പല വിഷയങ്ങളും ഇടപെടുന്നതാണ്. ഇവർക്ക് അടയ്ക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ചാരിറ്റി പ്രവർത്തകരായ നമ്മളെപ്പോലുള്ള അല്ലെങ്കിൽ മറ്റു പലപ്പോലുള്ള ആളുകളെ കൂട്ടുപിടിച്ച് അവരോട് സഹായം ചോദിച്ചുകൊണ്ട് അടപ്പിക്കുന്ന പരമാവധി പൈസ ഈടാക്കുന്ന ഒരു പ്രവണതയാണ് ഇത്തരം ഹോസ്പിറ്റലിലുള്ളത്. ഇപ്പോൾ നമ്മൾ സ്റ്റാർ കെയർ ഹോസ്പിറ്റലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെ നല്ല മാന്യമായ രീതിയിൽ നമ്മൾ അവരോട് സംസാരിക്കേണ്ടായി. പക്ഷേ കിട്ടിയാൽ വാങ്ങിക്കോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിയും പോലെ ചെയ്തോ എന്നുള്ള ഒരു ഗുണ്ടായിസ നിലപാടാണ് നമ്മളോട് ഹോസ്പിറ്റൽ അധികാരികൾ അന്ന് കാണിച്ചത്. അതിൽ തന്നെ നമുക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ടുള്ളതാണ്. പിന്നെ അദ്ദേഹം സംസാരിച്ച രീതിയിലേക്ക്, അതായത് നമ്മൾ 3 പേരുമാണ് ഇവിടെ വന്ന് സംസാരിച്ചത്. അപ്പോൾ തന്നെ മാധ്യമ ഗുണ്ടകളൊക്കെ ആയിട്ട് വന്നിട്ട് നിങ്ങൾ സംസാരിക്കാൻ നിൽക്കണ്ട, നിങ്ങൾ കിട്ടുന്ന വഴി നോക്കുന്ന പറയാം. അതായത് ഒരു പാവപ്പെട്ട ആളിന് വേണ്ടി, അതായത് ഒരു കുടുംബം പോറ്റി വന്ന ഒരാളുടെ ഒരു മരപ്പണി ചെയ്ത് ഇദ്ദേഹത്തിന്റെ സ്റ്റാഫായി നിൽക്കുന്ന ഒരാൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പോയി ആശുപത്രിക്കാരെ ഞങ്ങളെ ഗുണ്ടകളാക്കുകയാണെങ്കിൽ പോലും എനിക്ക് കുഴപ്പമുള്ള വിഷയമല്ല. കാര്യം ഞങ്ങൾക്കൊരു പ്രശ്നമേ അല്ല. നമ്മൾ ഗുണ്ടകൾ തന്നെയാണ് സംസാരിക്കുക. പാവപ്പെട്ട ആളുകൾക്ക് നീതി വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി സംസാരിക്കുന്നത് ഗുണ്ടായിസമാണെങ്കിൽ അത് അങ്ങനെ വിചാരിക്കട്ടെ. പൊതുജനങ്ങളോട് മറ്റൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് ഒരു ബില്ല് വന്നു കഴിഞ്ഞാൽ, ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബില്ല് വന്നു കഴിഞ്ഞാൽ സൂക്ഷ്മമായി പരിശോധിക്കണം. ഇയാൾ ആകെ അവിടെ കിടന്നത് കുറച്ചു നേരം കിടന്നപ്പോൾ തന്നെ ഇയാൾക്ക് 29,000 രൂപന്റെ മരുന്നിന്റെ ബില്ലാണ്. അതിൽ തന്നെ അവരവിടെ ഉപയോഗിച്ചെന്ന് പറയുന്ന പല സാധനത്തിന്റെ ബില്ലും നമ്മളെ പെരടിക്കാണ് ഇട്ട് തന്നത്. 29,000 രൂപ ആ വകല് ഒന്നും വേണ്ട. ഇതിനുള്ളിൽ കാഷ്വാലിറ്റിയിൽ വെറുതെ കിടന്ന് 2 ഡോക്ടർമാർ വന്ന് ഇയാളെ മുറിവ് ചെക്ക് ചെയ്തതിന് മാത്രം 8,000 ചില്ലാൻ രൂപ ബില്ലാണ് ഈ ഹോസ്പിറ്റലിൽ. ഒരു ചികിത്സ നടത്താതെ 8,000 ചില്ലാൻ രൂപ ചെക്ക് ചെയ്യാൻ മാത്രം വാങ്ങിയിട്ട്, എന്നിട്ട് ചെക്ക് ചെയ്തിട്ട് ഇപ്പൊ പറയുന്നത് എന്താ പറഞ്ഞു കഴിഞ്ഞാല്, ഞങ്ങൾ ചെക്ക് ചെയ്തപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ ആയത്തിലുള്ള മുറിവ് ഇനി ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് കണ്ടത് എന്ന്. അപ്പൊ ഇവരെ ഇത്തരത്തിൽ ഒരു എന്താ പറയാ മറ്റൊരു വിഷയമായിരുന്നല്ല, ഒരു ആരോഗ്യ രംഗത്ത് നമ്മളൊരു ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ ജീവന്റെ വിഷയമാണ്. ഈ ജീവന്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വലിയ വില കൊടുക്കണം. എന്താണ്, ആരും റിസ്ക് എടുക്കാൻ തയ്യാറാവില്ല. ജീവന് അത്രയും വില കൊടുത്തിട്ടാണ് ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നത്. അപ്പൊ ഇവർക്ക് മര്യാദയ്ക്ക് എന്താ പറഞ്ഞാൽ ഒരു പരിശോധിക്കാൻ പോലും അറിയാത്ത ഈ സ്റ്റാർ കെയർ ഹോസ്പിറ്റലിൽ രോഗിയോട് ചോദിക്കാതാണ് ഇത്രയും വലിയൊരു മെഷീൻ കാലിൽ ഘടിപ്പിച്ചത്. ഇന്നിപ്പോ ആ കാലിന് ആ മെഷീൻ ഘടിപ്പിച്ചിട്ട് ഈ വേദന സഹിക്കാൻ കഴിയാതെ ഈ രോഗി പറയാണ് എന്റെ കാലൊന്ന് മുറിച്ചു മാറ്റുമെന്ന്. അത്തരം രീതിയിലേക്ക്, അതായത് പല ആശുപത്രികളിൽ നമ്മളൊക്കെ പോകാറുണ്ട്. പക്ഷേ ഇത്തരം രീതിയിലേക്കുള്ള ഒരു പ്രതിഷേധം വരുത്തി വെച്ചത് ശരിക്കും ആശുപത്രിക്കാർ തന്നെയാണ്. കൃത്യമായ രീതിയിലേക്ക് ഇടപെടാത്തതിനെ തുടർന്ന് മാത്രമാണ് ഇത്തരം രീതിയിലേക്കുള്ള പ്രതിഷേധം ഇവർ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ എന്തായാലും പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി പറഞ്ഞല്ലോ, വീണ്ടും എടുത്തു പറയാണ്, പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി സംസാരിച്ചത് ചെറിയ ലെവലിൽ ഗുണ്ടായിസം എന്ന് പറഞ്ഞ് പരത്തുന്ന ആളുകളോട് അല്ലെങ്കിൽ പറയുന്ന ആളുകളോട് ഒരു പ്രശ്നവുമില്ല. പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി സംസാരിച്ചത് ഗുണ്ടായിസമാണെങ്കിൽ അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ, അല്ലേ? അല്ല, ഇതൊന്നും മൈൻഡ് ചെയ്യാൻ നിൽക്കണ്ട. ഇതോട് കൂടിയിട്ട് ഇവരെ എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഇതിനൊരു തീരുമാനം ഉണ്ടാവുന്ന വരെ നമ്മൾ ഇവിടെ പ്രതിഷേധം അറിയിക്കും. ഇനി ഇവർക്ക് ഇപ്പൊ സംസാരിക്കാനുള്ള ഒരു അവസരം കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്നും നടന്നില്ലെങ്കിൽ ഇതിവിടെ ആജീവനാന്ത കാലമുള്ള സമരമാക്കിയിട്ട് തന്നെ മാറ്റും. അപ്പൊ എന്തായാലും നന്ദി, നമസ്കാരം.